തിരഞ്ഞെടുപ്പിന്റെ താളം വേഗത്തിൽ മാറുന്നു. പ്രവചനങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോൾ വിഷൻ. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 കേരള തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ്. അതെ, വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഭരണകക്ഷിയായ CPM-ന് ഇതൊരു വലിയ തിരിച്ചടിയാണ്. പക്ഷേ പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ കുറച്ച് വ്യത്യസ്തമാണ്. അവിടെയാണ് ഒരു വൈരുദ്ധ്യം വരുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്: ഈ യഥാർത്ഥ കണക്കുകളും പാർട്ടിയുടെ വിശദീകരണവും തമ്മിലുള്ള അന്തരം കണ്ടെത്തുക. ശരി, നമുക്കിതൊന്ന് കീറിമുറിച്ചു നോക്കാം. തുടങ്ങാം. ആദ്യം തന്നെ ആ ഞെട്ടിക്കുന്ന കണക്കുകളിലേക്ക് പോകാം. 2020 6 കോർപ്പറേഷനുകളിൽ 5 LDF-ന്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ അത് 1 കുറഞ്ഞു. കോഴിക്കോട് മാത്രം. അതൊരു വലിയ വീഴ്ചയാണ്. അതിലും വലുതല്ലേ തിരുവനന്തപുരത്തെ കാര്യം? അതെ, അതാണ് ഏറ്റവും വലിയ ഷോക്ക്. 45 വർഷത്തിലേറെ ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. അതൊരു കോട്ട തകരുന്നത് പോലെയാണ്, അല്ലേ? തീർച്ചയായും. ഇനി ഗ്രാമങ്ങളിലെ കണക്ക് നോക്കിയാലോ, അത് ഇതിലും വലുതാണ്. 514 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്നത് 341. അതായത് 173 പഞ്ചായത്തുകളുടെ നേരിട്ടുള്ള നഷ്ടം. അതെ, ഇത്രയും വലിയ നഷ്ടം. അപ്പോ ഈ കണക്കുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിലെ വിശദീകരണങ്ങൾ വരുന്നത്. അവിടെയാണ് ഈ വിശകലനം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അവരുടെ ആദ്യത്തെ വാദം തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? അതെ. അത് ഈ കണക്കുകളുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? തലസ്ഥാനം നഷ്ടപ്പെട്ടു, ഇത്രയധികം പഞ്ചായത്തുകൾ പോയി, എന്നിട്ടും ഭരണവിരുദ്ധ വികാരമില്ലെന്നോ? പൊരുത്തപ്പെടുന്നില്ല. അതാണ് വാസ്തവം. തലസ്ഥാനം നഷ്ടമായതും ഗ്രാമങ്ങളിലെ ഈ വോട്ട് ചോർച്ചയും ഇതൊക്കെ കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്ന് വ്യക്തമല്ലേ? അപ്പോ ഈ റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധ തന്ത്രം മാത്രമായിരിക്കാം ഇത്. ഓക്കെ, അതൊരു രാഷ്ട്രീയ വിശദീകരണം. ഇനി രണ്ടാമത്തെ വാദം, അതും കൗതുകകരമാണ്. ഈ തിരിച്ചടി ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ പോലെ അത്ര വലുതല്ല എന്ന്. അവിടെയാണൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ്? ശബരിമല പോലുള്ളവ ശരിക്കും രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു. ഒരു പ്രത്യേക വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. പക്ഷെ 2025 സംഭവിച്ചത് അതല്ല. പിന്നെ അതൊരു സംഘടനാപരമായ തകർച്ചയാണ്. സംഘടനാപരമായ തകർച്ച എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, പാർട്ടിയുടെ അടിത്തറ ഇളകുന്നു, താഴെത്തട്ടിലുള്ള പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നതിന്റെ സൂചന. അപ്പോ ഇത് വെറുമൊരു വോട്ട് ചോർച്ച മാത്രമല്ല, പാർട്ടിയുടെ ഘടനയെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. 2010-ലും 2020-ലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ശരിയാണ്, ആ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വെച്ച് നോക്കുമ്പോ ഇത് വളരെ ഗൗരവമേറിയതാണ്. ശരി, അപ്പോൾ ഈ വലിയ വോട്ട് നഷ്ടത്തിന് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം എന്താണ്? മൂന്നാമത്തെ വാദം ചില തെറ്റിദ്ധാരണകൾ എന്നാണോ? അതെ, ചില തെറ്റിദ്ധാരണകൾ. അത് കുറച്ച് ലളിതമായി പോയില്ലേ? തീർച്ചയായും. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞ് ഭരണത്തിലെ പാളിച്ചകളിൽ നിന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ എതിരായതും പ്രാദേശിക തലത്തിലെ ഭരണത്തിലെ അതൃപ്തിയും അങ്ങനെയുള്ള യഥാർത്ഥ കാരണങ്ങളെ അഭിമുഖീകരിക്കാതെ പ്രശ്നത്തെ ലഘൂകരിക്കുന്നത് കൂടുതൽ അപകടമാണെന്നാണ് ഈ വിശകലനം മുന്നറിയിപ്പ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗത്ത് ഇത്തരം പ്രതിരോധങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും: ഈ അവസരം മുതലെടുത്ത് UDF-ഉം NDA-യും എന്തു ചെയ്യുകയായിരുന്നു? അവിടെയാണ് കളിയുടെ മറുപുരം. UDF-ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഗ്രാമീണ മേഖലയിൽ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്ര മുന്നേറ്റമാണ്. 504 ഗ്രാമപഞ്ചായത്തുകൾ. അതെ, 504. 2026-ലേക്കുള്ള ഒരു വളരെ ശക്തമായ അടിത്തറയാണത്. ശരിയാണ്. അപ്പോ NDA-യുടെ കാര്യമോ? NDA തിരുവനന്തപുരത്തെ വിജയത്തോടെ നഗരങ്ങളിൽ തങ്ങളൊരു നിർണായക ശക്തിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്തെ ആ വിജയം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല, അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. നഗരങ്ങളിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുന്നതിന്റെ വളരെ വ്യക്തമായ സൂചനയാണത്. അപ്പോ കേരള രാഷ്ട്രീയം പരമ്പരാഗതമായ ആ ഒരു ദ്വിമുഖ മത്സരത്തിൽ നിന്ന് മാറുന്നു എന്നാണോ? അതെ, ഒരു ത്രികോണ മത്സരത്തിലേക്ക് പതിയെ മാറുകയാണ്. NDA-യുടെ ഈ വിജയം ആ മാറ്റത്തിന് നല്ല ആക്കം കൂട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് ഇതാണ്:
ഒരു വശത്ത് തെരഞ്ഞെടുപ്പിലെ വളരെ വ്യക്തമായ കനത്ത തോൽവി, മറുവശത്ത് അതിനെ ലഘൂകരിക്കാനും ന്യായീകരിക്കാനുമുള്ള പാർട്ടിയുടെ ഒരു ആഭ്യന്തര ശ്രമം. ഒരു പ്രതിരോധ വിവരണം. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഈ വിശകലനം കാണിക്കുന്നത് ഒരു നെറേറ്റീവ് ട്രാപ്പിൽ അകപ്പെട്ട ഒരു പാർട്ടിയെയാണ്. അതായത് കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരു വ്യവസ്ഥാപരമായ പ്രതിസന്ധിയിലേക്കാണ്. എന്നാൽ പാർട്ടിക്കുള്ളിലെ സന്ദേശം കേവലം ഒരു ഡാമേജ് കൺട്രോളിൽ ഒതുങ്ങുന്നു. അതെ, ഈ യാഥാർത്ഥ്യവും ആ വിശദീകരണവും തമ്മിലുള്ള വിടവ് തന്നെയാണ് 2026 പോകുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ഡീപ് ഡൈവ് നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകിയെന്ന് കരുതുന്നു. തീർച്ചയായും. ഒരു തിരഞ്ഞെടുപ്പ് ഫലമെന്നത് കേവലം ജയവും തോൽവിയുമല്ല, അതിനെ എങ്ങനെ വായിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ രാഷ്ട്രീയം. അടുത്ത തവണ കാണുന്നതുവരെ ഈ ചോദ്യം നിങ്ങൾക്കും ഒന്ന് ആലോചിക്കാവുന്നതാണ്.